കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് ഗ്രീവൻസ് റീഡ്രസൽ. സോ ഫിഫ്ത്ത് മോഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ്. സോ ലെറ്റ് ബി എൻ്റർ ഇൻ ടു ഫസ്റ്റ് ടോപ്പിക്, കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്. സോ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എംപ്ലോയിക്ക് അയാൾ വർക്ക് ചെയ്യുന്നതിന് കിട്ടുന്ന റിവാർഡിനെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. So, employees' compensation is one of the major determinants of employee satisfaction in an organization. ഒരു ഫേമിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിയെ സംബന്ധിച്ച് ആ എംപ്ലോയിക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് കോമ്പൻസേഷനിലൂടെയാണ്. So, the compensation policy and the reward system of an organization are viewed by the employee as an indicator of the management's attitude and concern for them. മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ആ എംപ്ലോയീസിനോട് ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എംപ്ലോയീസിനോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് ആ കമ്പനിയുടെ കോമ്പൻസേഷൻ പോളിസിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സോ ഒരു കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ടാസ്ക്കാണ് കോമ്പൻസേഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, കാരണം എ ഗുഡ് wage and salary administration should be able to attract and retain employees, give them fair deal, keep the organization competitive and motivate the employees to perform their best. നല്ല എംപ്ലോയീസിനെ അട്രാക്റ്റ് ചെയ്യാനും നല്ല എംപ്ലോയീസിനെ ഓർഗനൈസേഷനിൽ റീറ്റെയിൻ ചെയ്യിക്കാനും ഈ കമ്പനിയിലെ ഒരു വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ അതായത് കോമ്പൻസേഷൻ പോളിസിക്ക് സാധിക്കും. നല്ല കോമ്പൻസേഷൻ പോളിസി അല്ല ആ കമ്പനിക്കുള്ളത് എങ്കിൽ നമുക്കവിടെ എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അവരെ ഫെയർ ആയിട്ട് ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ അവർ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ കമ്പനി നന്നായിട്ട് പെർഫോം ചെയ്യുള്ളൂ. സോ എംപ്ലോയീസിനെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യാനും കൂടെ ഈ കോമ്പൻസേഷൻ പോളിസി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഒരു കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ പോളിസി ഫ്രെയിം ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ടാസ്ക്കാണ്. ഓക്കെ, കോമ്പണൻസ് ഓഫ് എംപ്ലോയി റെമ്യൂണറേഷൻ. സോ എംപ്ലോയീസിൻ്റെ കോമ്പൻസേഷനെ നമുക്ക് ബ്രോഡ്ലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ബേസ് ഓർ പ്രൈമറി കോമ്പൻസേഷൻ ആൻഡ് സപ്ലിമെൻ്ററി കോമ്പൻസേഷൻ. സോ ബേസ് ഓർ പ്രൈമറി കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നത് വേജസും അല്ലെങ്കിൽ സാലറി. വേജ് ഓർ സാലറി ഇത് ചില സ്ഥലത്ത് നമ്മൾ രണ്ടും മാറി മാറി ഉപയോഗിക്കാറുണ്ട്, പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. വേജ് എന്ന് പറയുന്നത് ദിസ് ഈസ് ദ റെമ്യൂണറേഷൻ പെയ്ഡ് ടു കാഷ്വൽ വർക്കേഴ്സ്, ലാബറേഴ്സ് എക്സെട്ര ഓൺ ഡെയിലി, വീക്ക്ലി ഓർ മന്ത്ലി ബേസിസ്. അതായത് ഡെയിലി വർക്കേഴ്സിന് കൊടുക്കുന്ന, ലാബറേഴ്സിന്, വർക്കേഴ്സിന് ഒക്കെ കൊടുക്കുന്ന പേയ്മെൻറ്റിനെയാണ് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. അതേസമയം സാലറി എന്ന് പറയുന്നത് റെമ്യൂണറേഷൻ പെയ്ഡ് ടു റെഗുലർ എംപ്ലോയീസ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് എക്സെട്ര ഓൺ എ മന്ത്ലി ബേസിസ്. അതായത് റെഗുലർലി ഒരു എംപ്ലോയിക്ക് പേയ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മന്ത്ലി സാലറി കിട്ടുന്ന ഒരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷന് അല്ലെങ്കിൽ കോമ്പൻസേഷന് പറയുന്ന പേരാണ് സാലറി. സോ അതാണ് വേജും സാലറിയും തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ്, സപ്ലിമെൻ്ററി കോമ്പൻസേഷൻ. സപ്ലിമെൻ്ററി കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള ഈ വേജ് അല്ലെങ്കിൽ സാലറി അതിന് പുറമേ ആയിട്ട് എംപ്ലോയിക്ക് കിട്ടുന്ന അഡീഷണൽ പേയ്മെൻറ്റ്സിനെയാണ് സപ്ലിമെൻ്ററി കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ബേസിക് പേ, അലവൻസസ്, ഇൻസെൻറ്റീവ്സ്, കമ്മീഷൻ ആൻഡ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. സോ ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഒക്കെ എന്ന് പറയുന്നത് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ആണ്. അതായത് മെഡിക്കൽ, റിക്രിയേഷണൽ, എഡ്യൂക്കേഷണൽ, ക്യാൻറ്റീൻ, ഹോളിഡേ ഹോം എക്സെട്ര. അങ്ങനെ മോണിറ്ററി ഫോമിലുള്ളതല്ല, എന്നാൽ നോൺ മോണിറ്ററി ഫോമിലുള്ള എംപ്ലോയിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സിനെയാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇൻസെൻറ്റീവ്സ്, മോണിറ്ററി ബെനിഫിറ്റ്സ് ആയിട്ടുള്ള ബോണസ്, കമ്മീഷൻ എക്സെട്ര ഇതെല്ലാം സപ്ലിമെൻ്ററി കോമ്പൻസേഷൻ ആണ്. ഇതെല്ലാം എംപ്ലോയിക്ക് കിട്ടുന്ന ബേസിക് ആയിട്ടുള്ള കോമ്പൻസേഷന് പുറമെ കിട്ടുന്ന അഡീഷണൽ ആയിട്ടുള്ള കോമ്പൻസേഷനാണ്. ഓക്കെ, സോ എന്താണ് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്? കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു പ്രൊവൈഡിങ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി വാല്യൂ ടു എംപ്ലോയീസ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ദ വർക്ക് പെർഫോംഡ്. എംപ്ലോയി ചെയ്യുന്ന വർക്കിന് റിവാർഡായിട്ട്, എംപ്ലോയി ചെയ്യുന്ന വർക്കിന് പകരമായിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന മോണിറ്ററി, ഐദർ മോണിറ്ററി ഓർ നോൺ മോണിറ്ററി വാല്യൂ, അതിനെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. So it may be defined as money received in performance of work and many kinds of benefits that an organization provides to their employees.
എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് ആ കമ്പനി ഓർഗനൈസേഷൻ എംപ്ലോയിക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ്സിനെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് ഈ കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷനാണ്. ദറ്റ് ഈസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് എംപ്ലോയി കോമ്പൻസേഷൻ. എംപ്ലോയിക്ക് കിട്ടുന്ന ഈ ബേസിക് അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ആയിട്ടുള്ള കോമ്പൻസേഷനെയൊക്കെ മാനേജ് ചെയ്യുക. ഈ മാനേജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ മാനേജ് ചെയ്യൽ അത്ര എളുപ്പമുള്ളൊരു പണിയല്ല. ഇറ്റ് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ് ബിക്കോസ് അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണം? ജോബ് ഇവാലുവേഷൻ നടത്തണം. സോ ജോബ് ഇവാലുവേഷൻ നമ്മൾ എന്താണെന്ന് കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വേജ് സാലറി സർവേ കണ്ടക്ട് ചെയ്യണം. ദെൻ ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് വേജ് സ്ട്രക്ചർ, റൂൾസ് ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് വേജസ്, പ്രോഫിറ്റ് ഷെയറിംഗ് ആൻഡ് അതർ ഇൻസെൻറ്റീവ്സ്. ഇതിനെയൊക്കെ പ്രോപ്പറായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർമുലേറ്റ് ചെയ്യണം. അതുപോലെ കൺട്രോൾ ഓഫ് പേറോൾ കോസ്റ്റ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് വേജസ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കുറേ ടാസ്കുകൾ ഉണ്ട്. ഇതിനെല്ലാം കൂടെ പ്രോപ്പർലി മാനേജ് ചെയ്യുന്നതിനെയാണ് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ ഓർ കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ കോമ്പൻസേഷൻ പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? കോമ്പൻസേഷൻ പ്ലാനിങ് ചെയ്യുന്നതിന്, കോമ്പൻസേഷൻ പ്ലാനിംഗ് എന്ന് പറയുന്നത് ഈ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കുന്ന ഈ റിവാർഡിന് എങ്ങനെയായിരിക്കണം കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പ്ലാൻ ചെയ്യുന്നതാണ് കോമ്പൻസേഷൻ പ്ലാനിങ്. സോ കോമ്പൻസേഷൻ മാനേജ്മെൻറ്റിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റാണ് കോമ്പൻസേഷൻ പ്ലാനിങ്. അതിൻ്റെ ലക്ഷ്യം എന്താണ്? അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ടു അട്രാക്റ്റ് കോമ്പിറ്റൻറ്റ് എംപ്ലോയീസ്. പുറത്തു നിന്നുള്ള എംപ്ലോയീസിനെ നമ്മളുടെ ഫേമിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ നല്ലൊരു കോമ്പൻസേഷൻ പ്ലാനിങ് ആവശ്യമാണ്. അതുപോലെ ടു റിറ്റെയിൻ ദ സർവീസസ് ഓഫ് ഡിസൈറബിൾ എംപ്ലോയീസ്. നമ്മളുടെ ഫേമിൽ എത്തിപ്പെട്ടിട്ടുള്ള നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് റിറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ നല്ലൊരു കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് വേണം, നല്ലൊരു കോമ്പൻസേഷൻ പ്ലാനിങ് വേണം. ദെൻ ടു എസ്റ്റാബ്ലിഷ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ റെമ്യൂണറേഷൻ. എല്ലാവർക്കും ഇക്വിറ്റബിൾ ആയിട്ടുള്ള, അതായത് അവർ ചെയ്യുന്ന വർക്കിന് പകരമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഇക്വിറ്റബിൾ ആയിട്ടുള്ള റെമ്യൂണറേഷൻ പോളിസി ആയിരിക്കണം. അത് ഫ്രെയിം ചെയ്യാൻ കോമ്പൻസേഷൻ പ്ലാനിങ് ആവശ്യമാണ്. അതുപോലെ ടു ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു കൺട്രോൾ കോസ്റ്റ് ആൻഡ് ടു മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു കോമ്പൻസേഷൻ പ്ലാനിങ് ആവശ്യമാണ്. ഓക്കെ, സോ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോമ്പൻസേഷൻ പ്ലാനിങ്. അതുപോലെ ന്യൂ ആൻഡ് ഡിസയേർഡ് ബിഹേവിയർ. ന്യൂ ആൻഡ് ഡിസയേർഡ് ബിഹേവിയർ എന്ന് പറയുന്നത് നല്ലൊരു കോമ്പൻസേഷൻ പ്ലാനിങ്ങിലൂടെ കമ്പനിക്ക് കിട്ടുന്ന നല്ല ബിഹേവിയർ, അതായത് അവരുടെ ലോയൽറ്റി, എംപ്ലോയീസിൻ്റെ ലോയൽറ്റി, അവരുടെ കമ്മിറ്റ്മെൻറ്റ്, അവരുടെ എക്സ്പീരിയൻസ്, പിന്നെ അതുപോലെ അവരുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി, അതിനൊക്കെ കൃത്യമായിട്ടുള്ള ആ ഒരു ബിഹേവിയറിന് നല്ലൊരു റിവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ഈ നമ്മൾ കൊടുക്കുന്ന പേ അല്ലെങ്കിൽ പിന്നെ കോമ്പൻസേഷന് അതിനുള്ളൊരു കഴിവ് ഉണ്ടായിരിക്കണം. സോ അത് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കോമ്പൻസേഷൻ പ്ലാനിങ് ആവശ്യമാണ്. അതുപോലെ ക്രിയേഷൻ ഓഫ് പബ്ലിക് ഇമേജ്. നല്ലൊരു കോമ്പൻസേഷൻ പ്ലാനിങ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവിടെ കമ്പനിയുടെ ഇമേജ് അല്ലെങ്കിൽ ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യും. സോ അത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫോളോ ചെയ്യണം. ദെൻ കംപ്ലൈ വിത്ത് ലീഗൽ റൂൾസ്. കോമ്പൻസേഷൻ പ്ലാനിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോമ്പൻസേഷൻ കൊടുക്കുന്നത് നമ്മൾ ഗവൺമെൻറ് റെഗുലേഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം. ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കുറേ ആക്ട്സുകളുണ്ട്. ഈ ആക്റ്റുകളൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ കോമ്പൻസേഷൻ പോളിസി ഫ്രെയിം ചെയ്യേണ്ടത്. സോ അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പ്ലാനിങ് ആവശ്യമാണ്. ദെൻ ലോവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഇറ്റ് ഗ്യാരണ്ടി മിനിമം വേജസ്. ഈ കോമ്പൻസേഷൻ പ്ലാനിങ്ങിലൂടെ നമുക്ക് എല്ലാ എംപ്ലോയീസിനും റീസണബിൾ ആയിട്ടുള്ള മിനിമം വേജസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ ലാസ്റ്റ് വൺ, ഈസ് ഓഫ് ഓപ്പറേഷൻ. So that is, the compensation management system should be easy to understand and operate. Then only it will promote the understanding regarding pay related matters between employees, unions and managers. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ എംപ്ലോയീസിനും അതുപോലെ മാനേജേഴ്സിനായാലും ലേബർ യൂണിയൻസിനായാലും അവർക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ ആയിരിക്കണം ഈ നമ്മൾ കോമ്പൻസേഷൻ പോളിസി ഫ്രെയിം ചെയ്യുന്നത്. സോ അതിന് നല്ലൊരു കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ കോമ്പൻസേഷൻ പ്ലാനിങ് ആവശ്യമാണ്.
സോ ഇത്രയും കാര്യങ്ങളാണ് കോമ്പൻസേഷൻ പ്ലാനിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ദെൻ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്. ഒരു നല്ലൊരു കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനുണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കണം? അതിനുണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്ന് പറയുന്നത്, ഒന്ന് ഇൻറ്റേർണൽ ഇക്വിറ്റി ഉണ്ടായിരിക്കണം. ഇൻറ്റേർണൽ ഇക്വിറ്റി എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ആയിട്ടുള്ള, അതായത് എസ്റ്റാബ്ലിഷ് പ്രോപ്പർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ജോബ്സ് വിത്തിൻ ദി കമ്പനി. കമ്പനിക്കുള്ളിലുള്ള വർക്കുകൾ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ്, പ്രോപ്പർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ അവർ തമ്മിൽ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ അവർക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വേജ് ഡിഫറൻഷ്യൽ എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ നല്ലൊരു ഇൻറ്റേർണൽ ഇക്വിറ്റി ഉണ്ടായിരിക്കണം, ഐക്യം ഉണ്ടായിരിക്കണം. ദെൻ എക്സ്റ്റേണൽ ഇക്വിറ്റി. എക്സ്റ്റേണൽ ഇക്വിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഫേമും സിമിലർ നാച്ചറിലുള്ള വേറൊരു ഫേമും, ഇതേ ജോബ് ചെയ്യുന്ന വേറൊരു ഫേമും അതർ ഓർഗനൈസേഷൻസും തമ്മിലൊരു ഇക്വിറ്റി ഉണ്ടായിരിക്കണം. അതിനെയാണ് എക്സ്റ്റേണൽ ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു സൗണ്ട് വേജ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം ഈ റെമ്യൂണറേഷൻ്റെ കേസിൽ. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോമ്പറ്റിറ്റീവ് ഫേംസ് അല്ലെങ്കിൽ സിമിലർ നാച്ചറിലുള്ള ഫേംസ് എത്രയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അവരുടെ വേജ് പോളിസി എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇക്വിറ്റി, ഐക്യം എക്സ്റ്റേണൽ പാർട്ടീസുമായിട്ടും ഉണ്ടായിരിക്കണം. സോ അതും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ദെൻ മെയിൻറ്റെയിൻ റിയൽ വേജസ്. മെയിൻറ്റെയിൻ റിയൽ വേജസ് എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന വർക്കിൻ്റെ, എംപ്ലോയീസ് ചെയ്യുന്ന വർക്കിനെ കോമ്പൻസേറ്റ് ചെയ്യുവാൻ ഉതകുന്ന തരത്തിലായിരിക്കണം വേജസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന അലവൻസസുകളായാലും ഡിയർനെസ് അലവൻസുകളായാലും മറ്റുള്ള കോമ്പൻസേഷൻസ് ആയാലും ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആയാലും എല്ലാം അവർ ചെയ്യുന്ന വർക്കിന് തുല്യമായിട്ടുള്ള രീതിയിലുള്ള റിവാർഡായിരിക്കണം. സോ അതും നമ്മളൊരു കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദെൻ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ അതൊരു അയവുള്ളതായിരിക്കണം, അതായത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. നമുക്കറിയാം നമ്മളുടെ ബിസിനസ്സിൻ്റെ നാച്ചർ വെച്ചിട്ട് എക്കണോമിക് ആൻഡ് സോഷ്യൽ എൻവയോൺമെൻറ്റ് നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഇൻഫ്ലുവൻസിനനുസരിച്ച് കുറേ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകും. ഈ ചേഞ്ചസിനനുസരിച്ച് നമ്മളുടെ വേജ് സ്ട്രക്ചറിലും ചേഞ്ചസ് ഉണ്ടാകാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ കോമ്പൻസേഷൻ പോളിസി അല്ലെങ്കിൽ കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്. ദെൻ ലിങ്ക് വിത്ത് പ്രൊഡക്ടിവിറ്റി. എപ്പോഴും നമ്മളുടെ വേജ് പ്ലാൻ അല്ലെങ്കിൽ വേജ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റിയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. Okay, that is a good wage structure will motivate the workers to put their best efforts to increase productivity. ഓരോ എംപ്ലോയീസിനും അവർക്ക് കൊടുക്കുന്ന റിവാർഡിലൂടെ അവരെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം. അതായത് അവർക്ക് വീണ്ടും ഈ സ്ഥാപനത്തിൽ തന്നെ വർക്ക് ചെയ്യാനും ഈ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരാൽ ശ്രമിക്കാൻ വേണ്ടിയിട്ടുമുള്ള ഒരു പ്രയത്നം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ നമ്മൾ കൊടുക്കുന്ന വേജസ് ആപ്റ്റായിരിക്കണം. അപ്പോൾ വേജ് പ്ലാന് പ്രൊഡക്ടിവിറ്റിയുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം. ദെൻ മോട്ടിവേഷൻ നമുക്കറിയാം, എംപ്ലോയീസിന് വെറും അവർക്ക് വർക്ക് ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഇത് കൊടുത്തെങ്കിൽ മാത്രമേ, റിവാർഡ് ഇൻസെൻറ്റീവ്സ് ഒക്കെ കൊടുത്തെങ്കിൽ മാത്രമേ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഫ്ലെക്സിബിൾ ആയിരിക്കണം, അതായത് എൻവയോൺമെൻറ്റിലെ ചേഞ്ചസിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നതായിരിക്കണം വേജ് സ്ട്രക്ചർ. പക്ഷേ എങ്കിൽ കൂടിയും ഒരു പരിധി വരെ നമ്മളുടെ വേജ് പോളിസി എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിരിക്കണം എന്ന് പറയുമ്പോൾ പെർമനൻ്റ് ആയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ചസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതായത് എമർജൻസി ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് അല്ലാതെ മറ്റു കാരണങ്ങൾ കൊണ്ടൊന്നും നമ്മളുടെ വേജ് സ്ട്രക്ചറിൽ ചേഞ്ചസ് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പോളിസി നമുക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഓക്കെ, ദെൻ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കണം. നല്ലൊരു വേജ് പോളിസി, കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ അത് ഫ്രെയിം ചെയ്തിട്ടുള്ളത് ആ ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. ദെൻ ലാസ്റ്റ് വൺ സിംപ്ലിസിറ്റി എന്ന് പറയുമ്പോൾ അത് ഏറ്റവും സിമ്പിളായിരിക്കണം. അതായത് എല്ലാവർക്കും, എംപ്ലോയീസിനും ലേബർ യൂണിയൻസിനും അതുപോലെ മാനേജേഴ്സിനും എല്ലാവർക്കും ഈക്വലായിട്ട് അത് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം ഈ ഒരു വേജ് പോളിസി അല്ലെങ്കിൽ കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്.